നമസ്കാരം. പ്രിയപ്പെട്ടവരെ, ഒരു സംശയ ദൂരീകരണത്തിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. റീൽസ് ആൻഡ് റീൽസ് എന്നൊരു സാമൂഹ്യ മാധ്യമത്തിലെ ശരണ്യയുടെ ചോദ്യത്തിന് സംവിധായകയും നടിയുമൊക്കെ ആയിട്ടുള്ള പ്രിയ ഷൈൻ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. പുരുഷാധിപത്യം പഴയ കാലത്തല്ലായിരുന്നോ, ഇക്കാലത്തും പുരുഷാധിപത്യം ഉണ്ടോ എന്ന് അവർക്കൊരു സംശയം, ന്യായമായിട്ടും ഒരു സംശയം അവർ ചോദിക്കുന്നുണ്ട്. കേരള കോണ്ടെക്സ്റ്റ് എടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു പുരുഷ കേന്ദ്രീകൃതമാണ്, അല്ലെങ്കിൽ ഈ ലോകം മൊത്തം പുരുഷ മേധാവിത്വം ഉണ്ട്. പക്ഷെ അത് മോളുടെ കാലഘട്ടം ഇപ്പോഴുള്ള കാലഘട്ടത്തിൽ അത് ഉണ്ടോ എന്ന് എനിക്ക് ചോദ്യമുള്ളൂ. എനിക്ക് അറിയില്ല നിങ്ങളുടെ എങ്ങനെയാണ്. ഞങ്ങളുടെ കാലഘട്ടത്തിൽ 100% പുരുഷ മേധാവിത്വം തന്നെയാണ്. ഇതേ സംശയമുള്ള ധാരാളം സ്ത്രീകൾ നമ്മുടെ സമൂഹത്തുണ്ടാകാം. ഒരുപക്ഷെ അവർക്ക് അങ്ങനെ സംശയം ഉണ്ടാകാനുള്ള കാരണം മുൻകാലങ്ങളിലെ അത്രയും ഇടിയൊന്നും വീടുകളിൽ കുടുംബങ്ങളിലില്ല. പിന്നെ കുറച്ച് സ്ത്രീകളൊക്കെ പുറത്തേക്ക് ഇറങ്ങി ജോലിക്കും ഒക്കെ പോകുന്നുണ്ട്. കുറച്ചുകൂടെ പഴയ കാലത്തെ അപേക്ഷിച്ച് സ്ത്രീകൾ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ട് എന്നൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം അവർക്ക് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാവുന്നത്. പിന്നെ എതിർഭാഗത്തു നിന്നുള്ള പ്രവർത്തനങ്ങളും പിന്നെ ഉണ്ടാവാം. പിന്നെ പുരുഷന്മാരെ സ്ത്രീകൾ കടന്നാക്രമിക്കുവാണ്, പുരുഷന്മാർക്ക് കുടുംബമൊക്കെ ഉള്ളത് കൊണ്ട് അവരെ വെറുതെ വിട്ടുകൂടെ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഈ സ്ത്രീകളുടെയൊക്കെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നതായിട്ട് അവരുടെ ആ സംസാരത്തിൽ നിന്ന് നമുക്ക് കാണാം. അപ്പം ഈ ഇൻ്റർവ്യൂവിൽ ഈ ബസ്സിൽ വെച്ച് നഗ്നതാ പ്രദർശനം ചെയ്തിട്ടുള്ള സവാദിനെ കോടതിയിൽ നിന്ന് ഇറക്കുമ്പം അവന് പൂമാലയിട്ട് സ്വീകരിക്കുന്ന സ്ഥലത്തും ഈ പ്രിയ ഷൈൻ എത്തുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ മെൻസ് അസോസിയേഷൻ്റെ ഉദ്ഘാടന ആ സമയത്തുമൊക്കെ പ്രിയ ഷൈൻ്റെ സാന്നിധ്യം അവിടെ ഉള്ളതിനെപ്പറ്റി നമ്മുടെ ശരണ്യ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിനൊക്കെ ഉത്തരമായിട്ടും കൂടിയാണ് പ്രിയ ഷൈൻ ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ, പുരുഷാധിപത്യം ഇന്നും നിലവിലുണ്ടോ അതോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഞാൻ ഇവിടെ പറയുന്നത്. അതായത് നമ്മൾ ജീവിക്കുന്ന ഭൂമി ഉരുണ്ടതാണെന്ന് നമുക്ക് തോന്നാറില്ല. കാരണം നമ്മൾ നോക്കുമ്പോൾ പരന്ന് കിടക്കുന്നു, നമ്മളിവിടെ എല്ലാം നടക്കുന്നു പിടിക്കുന്നു അതുകൊണ്ട് ഇത് പരന്ന ഭൂമിയാണെന്നാണ് നമ്മളിൽ ഒരുപാട് പേരും വിശ്വസിക്കുന്നത്. ഇതേപോലെ തന്നെ മുൻകാലങ്ങളിൽ ഭൂമി പരന്നതാണെന്നായിരുന്നു എല്ലാ മനുഷ്യരും വിശ്വസിച്ചിരുന്നത്. പക്ഷേ യാഥാർത്ഥ്യം മറ്റൊന്നാണെന്ന് നമുക്കറിയാമല്ലോ. ഭൂമി ഉരുണ്ടതാണ്. പക്ഷേ നമ്മൾ ഉരുണ്ടതാണെന്ന് അറിയുന്നില്ല. കാരണം എന്താണ്? അതിൻ്റെ ഉള്ളിൽ അകത്ത് പെട്ട് കിടക്കുന്നത് കൊണ്ടാണ് നമ്മളത് തിരിച്ചറിയാത്തത്. അതുപോലെ മറ്റൊരു കാര്യം, നമ്മൾ ഈ ഭൂമിയിൽ നിൽക്കുമ്പം നമ്മുടെ കാലിൻ്റെ പാദം മാത്രമാണ് ഭൂമിയുമായിട്ടുള്ള ടച്ച് വരുന്നത്. ബാക്കി ഭാഗം നമ്മൾ വായുവിലാണ്. നമ്മൾ ആരെങ്കിലും വായുവിൽ നിൽക്കുന്നു എന്ന് പറയാറുണ്ടോ? ഇല്ല, പറയാറില്ല. അതിൻ്റെ കാരണം എന്താണ്? അത് ഫുള്ളായിട്ടും അതിനകത്ത് കവറപ്പായി നിൽക്കുന്ന നമ്മൾ അതിൻ്റെ സാന്നിധ്യത്തെ തിരിച്ചറിയുന്നില്ല. ഇതേപോലെ ഒരു പ്രക്രിയയാണ് പുരുഷാധിപത്യത്തിനകത്ത് നിൽക്കുമ്പോഴും ഉണ്ടാകുന്ന പ്രക്രിയ. നമ്മൾ ഇതിനകത്തേക്കാണ് ജനിച്ചു വീഴുന്നതും, ഇതിനകത്താണ് നമ്മൾ കണ്ടീഷൻ ചെയ്യുന്നതും, ഇതിനകത്താണ് നമ്മൾ പൂർണ്ണമായിട്ടും അലിഞ്ഞു ചേർന്ന് ജീവിക്കുന്നതും എന്നുള്ളത് കൊണ്ട് ഇതിനെ നമ്മൾ തിരിച്ചറിയാതെ പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ സത്യമായ കാര്യം. അല്ലാതെ പുരുഷാധിപത്യം ഇല്ലാത്തത് കൊണ്ടല്ല. ഇനിയും അത് നമ്മളിപ്പോൾ തന്നെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ സാധാരണ പറയും സ്ത്രീ സമൂഹം. ശരിക്കും പറഞ്ഞാൽ സ്ത്രീ സമൂഹം എന്ന് പറയുന്ന ഒരു സമൂഹം തന്നെ ഈ കേരളത്തിൽ ഇല്ല. ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. സ്ത്രീ സമൂഹം എന്ന് പറയുന്നത് സ്ത്രീകളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പിന്നെ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കാനോ അത് പ്രാവർത്തികമാക്കാനോ ഒക്കെ പറ്റുന്ന ഒരു അധികാരമുള്ള ഒരു സ്ത്രീ സമൂഹം ഇവിടെ ഇല്ല. ഇവിടുത്തെ സ്ത്രീ സമൂഹം എന്ന് പറഞ്ഞാൽ പുരുഷൻ്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി അവരുടെ കുടുംബങ്ങളിൽ നിയമിതരാകുന്ന സ്ത്രീകളാണ്. അപ്പം ഒരു സ്ത്രീ സമൂഹം എന്ന് പറയുന്നതിൽ പോലും അതിൻ്റെ ചില മാനങ്ങളിലൂടെ നോക്കുമ്പം അതിനകത്ത് വലിയ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഈ തിരിച്ചറിയാത്തത് എന്താണ്, പുരുഷാധിപത്യം നമ്മൾ തിരിച്ചറിയാതെ പോകുന്നത് എന്താണ് എന്നുള്ളതാണ് നമുക്ക്. ഇപ്പോൾ ഇവർക്കൊക്കെ ഈ സംശയം വരുന്നതിൻ്റെ പ്രധാന കാരണം അത് തിരിച്ചറിയാതെ പോകുന്നതാണ്. ഇത് തിരിച്ചറിയാതെ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇത് അത്രയ്ക്കും ശക്തമായ രീതിയിൽ ഇതിനെ
ഇൻക്ലൂസീവ് ആക്കിയിട്ടുണ്ട്. അതിനെ നല്ല നല്ല ചാതുര്യത്തോടു കൂടി തന്നെ ഇതിനെ നമ്മുടെ സമൂഹത്തിനകത്ത് അതിനെ ക്രമീകരിച്ചിരിക്കുന്നത് കൊണ്ടാണ് നമുക്കത് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നത്. പിന്നെ അത് എങ്കിൽ പോലും നമുക്കിതിൻ്റെ പ്രവർത്തനങ്ങൾ തിരിച്ചറിയുന്നില്ലെങ്കിൽ പോലും ഇതിൻ്റെ റിസൾട്ട്, ഇതിൻ്റെ ഒരു ഫലം നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. കാരണം സ്ത്രീകളുടെ ജീവിതത്തിൻ്റെ അനിശ്ചിതത്വം, സ്ത്രീകളുടെ അധമാവസ്ഥ, സ്ത്രീകളിലുണ്ടാകുന്ന അമിത ഭയം, മാനസികമായ രോഗങ്ങൾ, ഇതെല്ലാം ഇതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന സംഗതികളാണ്. അപ്പം നമുക്ക് ശരിക്കും ഇതിൻ്റെ പ്രവർത്തനം തിരിച്ചറിയുന്നവർ കുറച്ചേ ഉള്ളെങ്കിൽ പോലും ഇതിൻ്റെ റിസൾട്ട് എല്ലാവർക്കും വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് പിന്നെ നമുക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ വ്യക്തമായിട്ടും ഉണ്ടെന്ന് തന്നെയാണ് ഇതിന് എനിക്ക് മറുപടി പറയാൻ കഴിയുന്നത്. പക്ഷേ അത് വളരെ വിദഗ്ധമായിട്ട് കൈകാര്യം ചെയ്തിരിക്കുന്നതിനാൽ അതിനെ ഫീൽ ചെയ്ത് മനസ്സിലാക്കാൻ സൂക്ഷ്മമായ നിരീക്ഷണങ്ങളും പഠനങ്ങളും ഒക്കെ ആവശ്യമുള്ള ഒരു മേഖലയാണ്. അങ്ങനെ ചെയ്യുന്നവർക്ക് മാത്രമേ അത് മനസ്സിലാകത്തതുള്ളൂ. അങ്ങനെ തന്നെ അത് പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നടക്കുന്ന ഓരോ അടിയിലും അത് മനസ്സിലാക്കി കഴിഞ്ഞ ഒരു സ്ത്രീക്ക് ഇത് ഫീൽ ചെയ്യാതെ മുന്നോട്ട് പോകാനൊക്കത്തില്ല. അത്രമാത്രം ഇത് നമ്മുടെ ജീവിതവുമായിട്ട് ഇഴചേർന്ന് ഇഴുകിക്കിടക്കുന്ന ഒരു സംഗതിയാണ് പുരുഷാധിപത്യം.